അപ്പോൾ ഗൈസ്, നമുക്ക് ഇന്ന് അടിപൊളി സേമിയ കായ്പോളം ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ ഇതിന് ആവശ്യമായ സാധനങ്ങൾ: പഴം 4 മുട്ട, 1 കപ്പ് സേമിയ, 1 കപ്പ് തേങ്ങ ചിരവിയത്, അണ്ടിയും മുന്തിരിയും, ഏലക്കായ്, പഞ്ചസാര. പിന്നീട് ഒരു പാൻ ചൂടാക്കാൻ വെച്ച് അതിലേക്ക് അണ്ടിയും മുന്തിരി റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതൊരു ഗോൾഡിഷ് കളർ ആവുന്നത് വരെ റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊരു ഗോൾഡിഷ് കളറായിട്ടുണ്ട്. നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി അതേ പാനിലേക്ക് നമുക്ക് പഴം റോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുക്കാം. നന്നായി ഗോൾഡൻ കളറാവുന്നവരെ ഇത് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായി റോസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അതേ പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് സേമിയ വറുത്തെടുക്കാം. ഇതൊരു ഗോൾഡൻ കളറാവുന്നവരെ നമുക്ക് വറുക്കാം. ഈ സേമിയയിലേക്ക് തേങ്ങയും നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച പഴവും മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറെടുത്ത് 4 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുക. അതിലേക്ക് ഏലക്കായ്, 1 കപ്പ് പഞ്ചസാര, ഒരു നുള്ളു ഉപ്പ് ഇട്ട് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇതിലേക്ക് അല്പം അപ്പക്കാരം കൂടി ചേർക്കാൻ മറക്കരുത്. ശേഷം ഈ മിക്സ് നേരത്തെ വറുത്ത് മാറ്റിവെച്ച സേമിയ കൂട്ടിലേക്ക് ഒഴിച്ച് നന്നായി യോജിപ്പിക്കുക. ശേഷം ഈ യോജിപ്പിച്ചെടുത്ത മിക്സ് പാൻ ചൂടാക്കി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ശേഷം ഒരു ഗാർണിഷിന് വേണ്ടി അണ്ടി മുന്തിരി ഇട്ട് കൊടുക്കുക. പിന്നീട് ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ അടിപൊളി നമ്മുടെ സേമിയ കായ്പോളം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്യണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.